കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നേക്കാണ്. വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായി. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, മടി തന്നെ, വേറൊന്നുമില്ല. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുത്തു. അതിനുശേഷം മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. എവിടെ പോകുന്നു ചോദിച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പണ്ടേ ഞങ്ങളുടെ അപ്പച്ചി പറയുന്നത് ചെണ്ടപ്പുറത്ത് കോല് വീണാൽ ഞാനവിടെ കാണുമെന്നാണ്. പിന്നെ ഇവിടുത്തെ ചെണ്ടപ്പുറത്ത് കോല് വീഴുമ്പോഴേ ഞാൻ അവിടെ കാണണമല്ലോ. പിന്നെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ അകത്തൊന്നും ഇല്ലതാണ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടിട്ട് വാരി എറിയുന്നത്. പിന്നെ നമ്മൾ സൺസ്ക്രീനൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണൊക്കെ നമ്മൾ നന്നായിട്ട് വാരിട്ടൊക്കെ കണ്ണൊക്കെ എഴുതി നല്ല സെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവളോട്. അടുത്ത കൂട്ടുകാരി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും ഓർമ്മയില്ല എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് 2 ഇട്ട് കൊടുക്കുന്നത്. ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു, അതിനുശേഷം വേറെ ലിപ്സ്റ്റിക് ഇട്ടു, 2 ലിപ്സ്റ്റിക് ഇട്ടു. ഇനി നമുക്ക് മുടി ഉണക്കി. നിങ്ങൾ വിചാരിക്കുക എൻ്റെ മുഖത്ത് അധികം പാടുകളൊന്നുമില്ലല്ലോ, എങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മുഖത്ത് നിറയെ പാടുകളുണ്ട്. നല്ല കുറിയും കുത്തും കോമയും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും അറിയണില്ല. അങ്ങനെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു എൻ്റെ മുടി എങ്ങനെ ഇത്ര സ്മൂത്തായി കിടക്കുന്നത്, എന്താ ചെയ്തിരിക്കുന്നതെന്നൊക്കെ. പക്ഷേ എൻ്റെ നാച്ചുറലി ഇങ്ങനെ തന്നെയാണ്. പിന്നെ സബ്സ്ക്രൈബറിനോട് പറയാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മുടി എൻ്റെ കാണാറുള്ളതാണ്. എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ച സ്ഥിതിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വേറെ ആരും ചോദിക്കുകയല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നവരോട് ഉത്തരം പറയണമെന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ്ട് ഫൈൻ ലുക്ക്. അത് ഷോളൊക്കെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷോളൊക്കെ ഊരി കളഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.